ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചത്ത പച്ച എന്ന് പറയുന്ന മലയാളം മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലോട്ടസ് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വീട്ടില് 3 കുട്ടികൾ തല്ലുകൂടിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇവർ ശരിക്കും റെസ്ലിംഗ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ലോട്ടസിന്റെ മകനാണ് ലിറ്റിലിന്റെ കൂടെയുള്ള ഈ 2 പേരാണ് വെട്രിയും സാവിയോയും. ലിറ്റിൽ ഇവർ 2 പേരെയും സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തില് ഇവർ 2 പേരും ലിറ്റിലിന്റെ കൂടെ ജനിച്ചതല്ല. ഇവർ 2 പേരുടെയും കുടുംബങ്ങൾ വേറെയായിരുന്നു. ലിറ്റിലിന് ആസ്മയുണ്ട്. അത് കാരണം എപ്പോഴും സാവിയോടും വെട്രിയോടും ഒപ്പം അവന് കളിക്കാനൊന്നും പറ്റാറില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ഇൻഹേലർ യൂസ് ചെയ്യാറുണ്ട്. ഇനി സാവിയും വെട്രിയും എങ്ങനെ ലിറ്റിലിന്റെ സഹോദരന്മാരായി എന്നാണ് കാണിക്കുന്നത്. കൊച്ചിയില് ആൾക്കാരുടെ ഇടയിൽ ഗുസ്തി വളരെയധികം പ്രശസ്തി ആർജിച്ചു നിന്നിരുന്ന ഒരു സമയം. അവിടുത്തെ ഏറ്റവും വലിയ ഗുസ്തിക്കാരനായിരുന്നു കല്ലത്തുമാണി എന്ന് പറയുന്നയാൾ. അയാളെ തോൽപ്പിക്കാൻ അന്ന് ആ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ബുള്ളറ്റ് വാൾട്ടർ എന്ന് പറയുന്ന ഒരാള് ആ സ്ഥലത്തേക്ക് വരുന്നു. അയാളുടെ കൂടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതിലൊന്ന് സാവിയും ഒന്ന് വെട്രിയുമായിരുന്നു. ഈ വാൾട്ടർ പണ്ടി നാട്ടിലെ ആശാന്റെ കീഴില് ഗുസ്തി പഠിച്ചിട്ടുള്ളതാണ്. ഗുസ്തിയൊക്കെ പഠിച്ചിട്ട് അന്ന് നാട് വിട്ടുപോയ വാൾട്ടർ ആകട്ടെ ഒരു സർക്കസ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടുത്തെ സ്റ്റണ്ട് മാസ്റ്ററിന്റെ മകനെയും റിംഗ് മാസ്റ്ററിന്റെ മകനെയും വാൾട്ടർ രക്ഷിച്ചു. വേറെ ആരെയും വാൾട്ടറിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവർ 2 പേരുമാണ് വെട്രിയും സാവിയും. അങ്ങനെ വെട്രിയും സാവിയും കൊണ്ട് ഈ നാട്ടിലേക്ക് വന്ന വാൾട്ടർ ആകട്ടെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് കല്ലത്തുമാണിയെ ഗുസ്തിയിൽ തോൽപ്പിക്കുന്നു. അതോടെ കല്ലത്തുമാണിക്കും വാൾട്ടറിനും ഇടയിൽ ശത്രുതയാകാൻ തുടങ്ങി. വാൾട്ടർ നാട്ടിലെ തിരിച്ചെത്തിയോടുകൂടി ലിറ്റിലിന്റെ അപ്പൂപ്പനായ വാൾട്ടറിന്റെ ആശാന്റെ അക്കാഡമി എല്ലാം തന്നെ വാൾട്ടർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. വാൾട്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന വെട്രിയും സാവിയും ലിറ്റിലിന്റെ കൂടെ ആ വീട്ടിലെ താമസവും തുടങ്ങി. ലോട്ടസിന് ആ 2 കുട്ടികൾ അവിടെ താമസിക്കുന്നത് അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ലിറ്റിലാകട്ടെ സ്വന്തം സഹോദരന്മാരെ പോലെയാണ് വെട്രിയും സാവിയും കണ്ടത്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടികളെല്ലാം ചേർന്ന് സിനിമ കാണാൻ പോകുന്ന സമയത്ത് കല്ലത്തുമണിയുടെ മകൻ ചെറിയാൻ കാറിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൗതുകം തോന്നിയിട്ട് ലിറ്റില് ആ കാറിലൊന്ന് തൊട്ടതും കല്ലത്തുമണിയുടെ ആൾക്കാര് ലിറ്റിലിനെ അടിക്കാൻ തുടങ്ങി. ലിറ്റിലിനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വെട്രിക്കും സാവിക്കും സഹിക്കില്ല. അവർ 2 പേരും ആ ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഗുസ്തിയൊക്കെ അറിയാവുന്ന ഈ 3 കുട്ടികളും ചേർന്നിട്ടായിരുന്നു കല്ലത്തുമണിയുടെ ആളുമായിട്ട് അടിയുണ്ടാക്കിയത്. ആ അടിക്കിടയിൽ കാറിന് ഒരുപാട് കേടുപാടുകൾ പറ്റുകയും ചെയ്തു. ആ അടിക്ക് ശേഷം കല്ലത്തുമാണിയും വാൾട്ടറും തമ്മിലും ഇതിന്റെ പേരിൽ അടിയുണ്ടാവുകയും അന്ന് കല്ലത്തുമാണിയെ അടിച്ച് അവശനാക്കിയ ശേഷം വാൾട്ടർ ഈ നാട് വിട്ടു പോവുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ലോട്ടസ് ആകട്ടെ ലിറ്റിലിനെ പിന്നെ അവിടെ നിർത്തിയില്ല. ലിറ്റിലിനെയും കൂട്ടി ലോട്ടസും അവിടെ നിന്ന് പോയി. അങ്ങനെ വെട്രിയും സാവിയും അവിടെ സുപ്രജ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ കൂടെയായി താമസം. വർഷങ്ങളായി ലിറ്റില് സാവിയെയും വെട്രിയെയും കണ്ടിട്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം തന്റെ സഹോദരന്മാരെ തേടി ലിറ്റില് ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പൊ അവരുടെ അക്കാഡമിയൊക്കെ നോക്കി നടത്തുന്ന ആശാനെ അവൻ കാണുന്നു. അയാളോട് വെട്രിയും സാവിയും പറ്റി ചോദിക്കുമ്പോൾ സാവി ഇവിടെ ബോട്ടിലുണ്ടെന്നും വെട്രിയെ പറ്റി സാവി നിന്നോട് പറയുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ ലിറ്റില് നേരെ സാവിയെ കാണാൻ പോയി. സാവിയുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് റോസ എന്നാണ്. പക്ഷെ അത് സാവിയുടെ മകളല്ല, അത് വെട്രിയുടെ മകളാണ്. വർഷങ്ങൾക്ക് ശേഷം ലിറ്റിലിനെ കണ്ടതും സാവി ഒരുപാട് സന്തോഷത്തോടു കൂടി അവനെ കെട്ടിപ്പിടിക്കുന്നു. വെട്രി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആദ്യം സാവി അതിനൊന്നും തന്നെ മറുപടി കൊടുത്തില്ല. വെട്രിയുടെ വൈഫ് ജാസ്മിന്റെ ഒരു ചിത്രം അവിടെ ചുവരിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവൾ മരിച്ചുപോയെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാവിക്കാകട്ടെ തന്റെ ബോട്ടിലെ ജോലിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ബോട്ട് വേറെ ആർക്കും അവന്റെ മുതലാളി വിറ്റു. അത് കാരണം സാവി ഇപ്പോ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വാച്ച് നമ്മളെ കാണിക്കുന്നുണ്ട്. വെട്രിയുടെ ഓർമ്മയ്ക്കായിട്ട് സാവിയുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് സാവി ഇടയ്ക്ക് പറയുന്നുണ്ട്. റോസയും തന്റെ അച്ഛൻ വെട്രിയെ കണ്ടിട്ടില്ല. ഏതോ കേസിൽ പെട്ടിട്ട് വെട്രി ജയിലിലാണെന്ന് മാത്രമേ സാവിയിൽ നിന്നും ആദ്യം ലിറ്റിൽ അറിയുന്നുള്ളൂ. ജോലി പോയ സ്ഥിതിക്ക് ഒരു ജോലി എത്രയും പെടുന്ന സാവിക്ക് ശരിയാക്കിയെങ്കിലേ പറ്റൂ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലിറ്റിലാകട്ടെ ഇവർക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഐഡിയ മുന്നിലേക്ക് വെക്കുന്നു. വാൾട്ടർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ നാട്ടില് കോസ്റ്റ്യൂം റെസ്ലിംഗ് കൊണ്ടുവരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമുക്കിവിടെ തുടങ്ങിയാലോ എന്ന് ലിറ്റിൽ ചോദിച്ചപ്പോൾ ആ ഐഡിയൊക്കെ സാവിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇതിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് ഒരുപാട് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് വെട്രിയും സാവിയും ചെറുപ്പത്തിൽ വളർത്തിയ സുപ്രജാമയെ കാണിക്കുന്നു. അവർക്കൊരു മകനുണ്ട്. അവന്റെ പേര് സുപ്രൻ എന്നാണ്. കോസ്റ്റ്യൂം റെസ്ലിംഗ് തുടങ്ങണമെങ്കിൽ അതിനെ പറ്റിയ ആൾക്കാരെ ഇവർക്ക് ആവശ്യമുണ്ട്. തന്റെ അറിവിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ജയിലിലാണെന്നാണ് സാവി പറയുന്നത്. ഉടനെ തന്നെ അവർ പുറത്തിറങ്ങും. പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സാവിയും ലിറ്റിലും ചേർന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ കാണാൻ പോകുന്നു. അതിലൊന്നും നമ്മുടെ സുപ്രജമ്മയുടെ മകൻ സുപ്രനായിരുന്നു. 2ാമത്തെ ആളുടെ പേര് ഡിയാസ് എന്നാണ്. 3ാമത്തെ ആള് വർക്കി. 4ാമത്തെ ആള് അഷ്കർ. ഇവരെല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോസ്റ്റ്യൂം റെസ്ലിംഗിൽ അവരെങ്ങനെയായിരിക്കും ഡ്രസ് ചെയ്തിരിക്കുന്നതെന്ന് ലിറ്റിലും സാവിയും മനസ്സിൽ കാണുന്നുണ്ട്. തങ്ങളുടെ ഐഡിയയെ പറ്റിയെല്ലാം തന്നെ ഇവരോട് ഷെയർ ചെയ്യുന്നു. അവരുടെ കൂട്ടത്തില് കുരുവി എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അവൾക്കും റെസ്ലിംഗ് അറിയാം. അവളും കോസ്റ്റ്യൂം റെസ്ലിംഗിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നു. എന്നാൽ ഇത് കേട്ട എല്ലാവർക്കും ഇതിനോട് താല്പര്യം തോന്നിയില്ല. സുപ്രം പറയുന്നുണ്ട് ഇതൊന്നും കാണാൻ ഇവിടെ ആൾക്കാരുണ്ടാകില്ല എന്ന്, ഇതൊന്നും വർക്കൗട്ട് ആകില്ല എന്നും വെറുതെ സമയം പോകുമെന്നും പറഞ്ഞിട്ട് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രൻ അവിടെ നിന്ന് നടന്നു പോകുകയായിരുന്നു. എന്നാൽ സാവി അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. ഇത് കാണാൻ ആൾക്കാരെന്തായാലും കൂടുമെന്നൊന്നും തെളിയിച്ചെങ്കിലല്ലേ പറ്റൂ. അത് കാരണം വെറുതെ സുപ്രനെ പോയി അടിക്കുന്നു. ദേഷ്യം വന്ന സുപ്രൻ തിരിച്ചടിക്കുന്നു. റെസ്ലിംഗ് പഠിച്ച 2 പേരും ആ രീതിയിലായിരുന്നു പരസ്പരം അടിച്ചുകൊണ്ടിരുന്നത്. അത് കാണാനാകട്ടെ അവിടെ ആൾക്കാർ ഓടിക്കൂടുകയും ചെയ്തു. സുപ്രന്റെ മുന്നിൽ തോൽക്കുന്ന പോലെ സാവി അഭിനയിച്ചു. സാവിയെ നേരെ മുകളിലേക്ക് എടുത്ത് ഉയർത്തിയിട്ട് താഴേക്കിട്ട് താൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ സുപ്രൻ
പറഞ്ഞ് അവിടെ ഒന്ന് പോകാൻ നേരത്ത് എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അതോടെ സാവിയുടെ കൂട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലായി കോസ്റ്റ്യൂം റെസ്ലിംഗ് നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ ഒരുപാട് ആൾക്കാർ വരുമെന്ന്. ഇനി അതിനു പറ്റിയ സ്ഥലവും കണ്ടെത്തണം, ഒരു റഫറിയും കണ്ടെത്തണം. ഇതിന്റെക്ക് നമ്മുടെ വർക്കിയാകട്ടെ ഒരു നോർത്ത് ഇന്ത്യക്കാരി പെൺകുട്ടിയെ പ്രണയിക്കുന്നത് കാണിക്കുന്നുണ്ട്. വർക്കിയുടെ പ്രണയത്തിന് കൂട്ടുപോകുന്നത് ഡിയാസ് ആയിരുന്നു. ഞങ്ങളുടെ റെസ്ലിംഗ് മത്സരത്തിന് റഫറിയായിട്ട് സാവിയും കൂട്ടരും തെരഞ്ഞെടുക്കുന്നതാകട്ടെ അഷ്കറിന്റെ വൈഫായ PT ടീച്ചറിനെയായിരുന്നു. കുറെ നിർബന്ധിച്ചപ്പോൾ അവരതിന് സമ്മതിക്കുകയും ചെയ്തു. മത്സരത്തിനുള്ള ആൾക്കാരെല്ലാം റെഡിയായി. ഇനി പറ്റിയൊരു സ്ഥലം വേണം. പൊളിഞ്ഞു കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇവർ പണ്ട് കൂടുതൽ സമയം കളിക്കുന്നത് അവിടെയാണ്. ആ സ്ഥലത്ത് തങ്ങളുടെ റെസ്ലിംഗ് കേജ് നിർമ്മിക്കാനായിരുന്നു ഇവർ ആഗ്രഹിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ശിവൻ എന്ന് പറയുന്ന മേയറെ പോയി കണ്ട് അവർ പെർമിഷൻ വാങ്ങുന്നു. ശിവന് പണ്ടേ ഇവരോട് വലിയ സ്നേഹമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളാൻ പറയുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ മറ്റു രണ്ടുപേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു. ജെയിംസ് എന്നും ജോൺസൺ എന്നുമാണ് അവരുടെ പേര്. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ജെയിംസിന്റെയും ജോൺസണിന്റെയും സഹോദരിയായിരുന്നു ജാസ്മിൻ എന്ന്. ആ ജാസ്മിനെയാണ് വെട്രി പ്രണയിച്ച് ഒളിച്ചോടി വിവാഹം കഴിച്ചത്. പ്രസവത്തോടുകൂടി ജാസ്മിൻ മരിക്കുകയും ചെയ്തു. ജാസ്മിൻ പ്രസവിക്കാൻ കിടന്ന സമയത്ത് വെട്രിയാകട്ടെ ജയിലിലുമായിരുന്നു. തങ്ങളുടെ പെങ്ങളുടെ ജീവിതം നശിച്ചത് വെട്രി കാരണമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വെട്രിയോട് ദേഷ്യമാണ്. ആ ദേഷ്യം സ്വാഭാവികമായിട്ടും ലിറ്റിലിനോടും സാവിയോടും ഇവർക്കുണ്ടായിരുന്നു. പഴയ ദേഷ്യമൊക്കെ നിങ്ങൾ മറന്നേക്ക്, അവരവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ എന്ന് ശിവൻ അവരോട് പറയുന്നു. അങ്ങനെ ഇവരതിന്റെ പ്ലാനിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലത്തുമണിയുടെ മകൻ ചെറിയാൻ അവിടേക്ക് വരുന്നു. അവനാകട്ടെ ഒരു ബോഡി ഷോ നടത്തുന്നുണ്ടായിരുന്നു. കല്ലത്തുമണിയുടെ മകനാണെങ്കിലും അവന് റെസ്ലിംഗ് അറിയാമെങ്കിലും അതുമായിട്ടൊന്നും അവൻ മുന്നോട്ട് പോയില്ല. ഇതുപോലെ ആൾക്കാർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് അവരെ കൊണ്ട് ബോഡി ഷോ നടത്തിയായിരുന്നു ഇവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൽ കല്ലത്തുമണിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഷോയുടെ നോട്ടീസ് അവരുടെ കൊടുത്തിട്ട് ചെറിയാൻ അവിടെ നിന്നും പോയി. ചെറിയാന് പണ്ടേ തന്നെ ലിറ്റിലിനെ സാവിയൊന്നും ഇഷ്ടമല്ല. ലിറ്റിലും സാവിയും ബാക്കി എല്ലാവരും ചേർന്നിട്ട് ആ പൊളിഞ്ഞെടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ആക്കി അവരുടെ കേജ് അവിടെ നിർമ്മിക്കാനുള്ള എല്ലാ പരിപാടികളും ആരംഭിച്ചു. എന്നിട്ട് അവരുടെ ഷോ തുടങ്ങാൻ പോകുന്നതിന്റെ ഒരു നോട്ടീസും അടിച്ചിറക്കി. എന്നാൽ ഷോ തുടങ്ങാൻ ഇനി അധികം സമയമൊന്നുമില്ല. ആ ടൈമില് ലിറ്റിൽ എവിടേക്ക് വരുമ്പോൾ കാണുന്നത് റോസയും കൂട്ടി സാവി അവിടെ നിന്നും നാടുവിടാൻ തീരുമാനിക്കുന്നതാണ്. നീ എന്താ ഈ ടെൻഷൻ അടിച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതെന്ന് ലിറ്റിൽ ചോദിക്കുമ്പോൾ സാവി പറയുന്നുണ്ട് വെട്രി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയെന്ന്. വെട്രി പുറത്തിറങ്ങുന്നതിന് നീ എന്തിനാ പോകുന്നെന്ന് ചോദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വെട്രിക്ക് എന്താ സംഭവിച്ചതെന്ന് സാവി പറയുന്നത്. ജാസ്മിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ശേഷം വെട്രിയാകട്ടെ ഇടയ്ക്ക് സ്മഗ്ലിങ്ങിനും മറ്റും ചെറിയാന്റെ കൂടെ പോകുമായിരുന്നു. ചെറിയാനും വെട്രിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സമയത്ത് വെട്രിയുടെ പോക്കത്ര ശരിയല്ല എന്നും അപകടത്തിലേക്കാണ് അവന്റെ പോക്കെന്നും മനസ്സിലാക്കി ജാസ്മിനാകട്ടെ സാവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ചെറിയാനിൽ നിന്നും വെട്രിയെ അകറ്റണമെന്ന്. ചെറിയാന്റെ ഈ സ്മഗ്ലിംഗ് പരിപാടി പോലീസുകാർക്ക് ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ പരിപാടി നിർത്തുകയും വെട്രി തിരിച്ച് ജാസ്മിന്റെ അടുത്ത് തന്നെ മര്യാദയ്ക്ക് നിൽക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കി സാവിയാകട്ടെ മേയർ ശിവനോട് കൂടി ആലോചിച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അന്ന് രാത്രി ഒരു ഏരിയയിൽ ചെറിയ സ്മഗ്ലിങ്ങിന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി സാവിയാകട്ടെ ബാക്കിലൂടെ പോയി തലയിൽ തുണിയിട്ട് അവനെ പിടികൂടുന്നു. ആ സമയം നല്ല ഇരുട്ടായിരുന്നു. ആ പിടിവലിക്കിടെ ചെറിയാന്റെ വാച്ച് സാവിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. പോലീസുകാർ വരുന്ന കണ്ട് അവനൊരിടത്തേക്ക് പൂട്ടിയിട്ട ശേഷം സാവി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ആ നിമിഷമാണ് അവൻ മനസ്സിലാക്കുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന വാച്ച് ചെറിയാന്റെ വാച്ചല്ല, അത് വെട്രിയുടെ വാച്ചാണ്. ചെറിയാനു പകരം അന്നവിടെ വന്നത് വെട്രിയായിരുന്നു. ഇരുട്ടത്ത് അവൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ബാക്കിലൂടെ തുണിയിട്ട് തല മൂടിയത് കാരണം അതിനുള്ളിൽ വെട്രിയാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. തന്റെ ആ തെറ്റ് കാരണം ചെറിയാനു പകരം പോലീസുകാരുടെ പിടിയിൽ അകപ്പെട്ടത് വെട്രിയായിരുന്നു. ആ കുറ്റബോധം ഇന്നും സാവിയുടെ മനസ്സിലുണ്ട്. അവസാനമായിട്ട് അവന്റെ കയ്യിൽ നിന്നും ഊരിയെടുത്ത ആ വാച്ച് അവൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വെട്രിക്കറിയില്ല സാവിയാണ് അവനെ ഒറ്റിക്കൊടുത്തതെന്ന്. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാണെന്നും വെട്രിയോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ജയിലിൽ നിന്നും തിരിച്ചെത്തിയ അവൻ തന്നെ ഒറ്റിക്കൊടുത്തത് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സാവിയാണെന്ന് എങ്ങനെയെങ്കിലും അവൻ അറിയും. അതുകൊണ്ടാണ് സാവി റോസമയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ലിറ്റിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വെട്രിയോട് തുറന്നു പറഞ്ഞാൽ പോരെ, നീ മനഃപൂർവ്വം ചെയ്തതല്ലോ. ജാസ്മിൻ പറഞ്ഞിട്ട് അവളുടെയും അവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചെയ്തതല്ലേ, സ്വാഭാവികമായിട്ടും അവനിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ക്ഷമിക്കുമെന്നും പറയുന്നു. അങ്ങനെ ലിറ്റിൽ കുറെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കണക്കിന് നാട് വിട്ട് പോകണ്ടെന്ന് തന്നെ സാവി തീരുമാനിക്കുകയാണ്. എന്താണെങ്കിലും അത് നേരിട്ടെങ്കിലേ പറ്റൂ. ഇവിടെ ചെറിയാൻ തന്റെ ആൾക്കാരെ വെച്ചിട്ട് ബോഡി ഷോ നടത്താൻ തുടങ്ങിയായിരുന്നു. അതിനു മുമ്പ് കല്ലത്തുമാണിയോട് അച്ഛൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പുച്ഛത്തോടു കൂടി ചെറിയാനെ ഒന്ന് നോക്കുന്നു. റെസ്ലിംഗ് ഒക്കെ വിട്ടിട്ട് അവൻ ഇതൊന്നും ചെയ്യുന്നത് അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ സാവിയും ലിറ്റിലും നടത്തുന്ന കോസ്റ്റ്യൂം റെസ്ലിംഗ് കാണാൻ പോയി. അതോടുകൂടി ചെറിയാന്റെ ഷോ കാണാൻ ആരും ഇല്ലാതെയായി. ചെറിയാന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കോസ്റ്റ്യൂം റെസ്ലിംഗ് കാണാൻ തടിച്ചുകൂടിയ ആൾക്കാരെ ഒന്നും തന്നെ നിരാശപ്പെടുത്താതെയായിരുന്നു ലിറ്റിലും സാവിയും സംഘടിപ്പിച്ച ആ ഒരു ഷോ നടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഫൈറ്റ് ചെയ്യാൻ വരുന്നതാകട്ടെ കുരുവിയും സുപ്രനും. ഓൾറെഡി തന്നെ അവർ ഇതെല്ലാം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ മൂവ്മെന്റ് നടത്തണമെന്നും ഏത് സമയത്ത് അടിക്കണമെന്നും ഒക്കെ തന്നെ. അതൊന്നും തന്നെ റിയൽ ആയിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അടിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് ഹരം കിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ മത്സരത്തില് കുരുവി സുപ്രനെ തോൽപ്പിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് പോകേണ്ടിയിരുന്നത് അഷ്കറും വർക്കിയായിരുന്നു. പക്ഷെ വർക്കി ഇവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം വർക്കിയുടെ ഗേൾഫ്രണ്ടിനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഡിയാസ് അടിച്ചുകൊണ്ട് പോയി. അവർ രണ്ടുപേരും ഒളിച്ചോടിയിരിക്കുന്നു. ഇവന്റെ പ്രണയത്തിന് സപ്പോർട്ട് പോയി ഡിയാസ് ആകട്ടെ ഇവന്റെ കാമുകിയുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ടായിരുന്നു. തന്റെ
കാമുകി തന്റെ കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയത് കാരണം വർക്കി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് അവർ റിങ്ങിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ അവിടെ പോയി അഷ്കറിന്റെ കൂടെയൊന്നും അധികം നേരം പെർഫോം ചെയ്യാൻ വർക്കിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സ് നിറയെ കാമുകി ഇട്ടിട്ട് പോയതിന്റെ സങ്കടമായിരുന്നു. അതോടെ ആൾക്കാരെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കൊള്ളില്ലാന്ന് പറഞ്ഞിട്ട് പരിപാടി ഫ്ലോപ്പ് ആകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ സാവി തന്റെ കോസ്റ്റ്യൂമിൽ അവിടേക്ക് വരുന്നു. സാവിയുടെ കൂടെ മത്സരിക്കേണ്ടിയിരുന്നത് ഡിയാസ് ആയിരുന്നു. ഡിയാസ് ആണല്ലോ നമ്മുടെ വർക്കിയുടെ കാമുകിയുടെ കൂടെ ഒളിച്ചോടിയത്. ഇതൊന്നും സാവി അറിഞ്ഞില്ല. അവൻ റെഡിയായി വന്നപ്പോഴാണ് ഡിയാസ് അവിടെ ഇല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പക്ഷെ ഷോ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിയാസിന് പകരം അവിടേക്ക് ലിറ്റില് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. എന്നാൽ നിന്നെ കൊണ്ട് ഈ റെസ്ലിംഗ് ഒന്നും പറ്റില്ലല്ലോ, നിനക്ക് ആസ്മയുള്ളതല്ലേ, നീ എന്തിനാ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോഴാണ് ലിറ്റില് ഡിയാസ് പോയ കാര്യം പറയുന്നത്. പക്ഷെ ആൾക്കാരുടെ മുന്നിൽ ഇതൊന്നും അറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവരുടെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിച്ചെങ്കിലേ പറ്റൂ. മറ്റുള്ളവരെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് പോലെയൊന്നും തന്നെ ലിറ്റിലിനെ എടുത്ത് അടിക്കാൻ പറ്റില്ല. കാരണം കുറച്ചു കഴിയുമ്പോഴേക്ക് അവന് ശ്വാസം മുട്ടാൻ തുടങ്ങും. എന്നാൽ ആ നിമിഷം അവർ രണ്ടുപേരും ഒരു പ്ലാൻ ഇടുന്നു. ചെറുപ്പത്തിൽ ഇവർ രണ്ടുപേരും കട്ടിലിൽ വെച്ച് ഇതുപോലെ റെസ്ലിംഗ് കളിക്കുമായിരുന്നു. അന്ന് ഇവരുടെ കുറെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഒരു തവണ ഒന്ന് ഇൻഹേലർ എടുത്ത ശേഷം അവർ പണ്ട് കട്ടിലിൽ കിടന്ന് ഗുസ്തി കളിക്കുന്ന പോലെ തന്നെ ഇവിടെയും കളിച്ചു കാണിക്കുന്നു. അതോടെ ആൾക്കാരെല്ലാം തന്നെ ആർത്ത് വിളിക്കാൻ ആരംഭിച്ചു. ഇതിനിടയ്ക്ക് ഇൻഹേലർ എടുക്കാൻ വേണ്ടിയിട്ട് സാവി മനഃപൂർവ്വം ലിറ്റിലിനെ എടുത്ത് കേജിന് പുറത്തേക്കിടും. ആൾക്കാരുടെ ഇടയിൽ വീഴുമ്പോ ആരും കാണാതെ അവൻ ഇൻഹേലർ ഉപയോഗിച്ച ശേഷം വീണ്ടും റിങ്ങിലേക്ക് കയറി വരും. അങ്ങനെ ഗുസ്തിക്കൊടുവില് വീണ് കിടക്കുന്ന സാവിയുടെ മുകളിലേക്ക് ലിറ്റിൽ ഉയരത്തിൽ നിന്ന് ചാടണം. പക്ഷെ സാവി കറക്റ്റ് സമയത്ത് പിടിച്ചില്ലെങ്കിൽ ലിറ്റിലിന് നല്ല പരുക്കുകൾ പറ്റും. എന്നാൽ ലിറ്റിൽ പൂർണ്ണമായിട്ടും സാവിയെ വിശ്വസിച്ച് അവന്റെ ശരീരത്തിലേക്ക് ചാടുന്നു. കറക്റ്റ് സമയത്ത് സാവി പിടിക്കുകയും ലിറ്റിലിനെ തോൽപ്പിക്കുന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യുന്നു. ആൾക്കാർ ഇതെല്ലാം തന്നെ കൈയടിച്ച് സ്വീകരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചെറിയാൻ അവിടെ വരുമ്പോ അവൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവന്റെ ഷോ വിട്ടിട്ടാണ് ആൾക്കാർ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വിജയിച്ചു നിൽക്കുന്ന സാവിയെ നോക്കി എല്ലാവരും ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വെട്രി വരുന്നു. മത്സരം ജയിച്ച എല്ലാവരും മദ്യപാനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ റോസയാകട്ടെ സാവിയെ ലിറ്റിലിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ്. ആ സമയം നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത് ആരാണെന്ന് റോസ ചോദിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടുന്നത്. അത് വെട്രിയായിരുന്നു. തലേന്ന് രാത്രി മദ്യപിച്ചിട്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. വെട്രി എപ്പോഴോ വീട്ടിൽ വന്ന് കിടന്നിരിക്കുന്നു. വെട്രിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്ന് സാവി ചോദിച്ചെങ്കിലും ലിറ്റില് പറയുന്നുണ്ട് അവൻ ഇതുവരെയും നീയാണ് അവനെ ഒറ്റിക്കൊടുത്തതെന്ന് അറിയില്ലല്ലോ, തൽക്കാലം ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന്, നമുക്ക് പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. വെട്രിയാകട്ടെ തന്റെ മകളെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സന്തോഷത്തിലായിരുന്നു. അവന്റെ മനസ്സിലൂടെ ജാസ്മിനെ കുറിച്ചുള്ള ഓർമ്മകളും കടന്നു പോകുന്നു. പക്ഷെ റോസിയെ സംബന്ധിച്ച് അവൾ ആദ്യമായിട്ട് വെട്രിയെ കണ്ടെങ്കിലും അവനോട് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും കാണിക്കുന്നില്ല. കാരണം അവളെ സംബന്ധിച്ച് അവളെ വളർത്തിയതെല്ലാം തന്നെ സാവിയാണ്. അവൾ അച്ഛന്റെ സ്ഥാനം കൊടുത്തിരുന്നതും സാവിക്കായിരുന്നു. സത്യങ്ങളൊക്കെ വെട്രിയോട് തുറന്നു പറയുന്നതാ നല്ലതെന്ന് സാവിക്ക് തോന്നിയിട്ട് അവൻ വെട്രിയുടെ പുറകെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് വെട്രിയും ചെറിയാനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ചെറിയാൻ വെട്രിയോട് പറയുന്നുണ്ട് നിന്നെ ഒറ്റിക്കൊടുത്ത ആളെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണ്ടേ എന്ന്. എന്നാൽ വെട്രി പറയുന്നു അതൊക്കെ ഞാൻ വിട്ടതാണ്, ഇനി എനിക്ക് അതിന്റെ ഒന്നും പിറകെ പോകാൻ താല്പര്യമില്ല, എനിക്ക് എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലിറ്റിലും അവിടേക്ക് വരുന്നു. ചെറിയാൻ വെട്രിയുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തിവെക്കുമെന്ന് ഏകദേശം ലിറ്റിലിന് അറിയാം. അത് കാരണം ഇവരെ പരസ്പരം അകറ്റാൻ ലിറ്റിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചെറിയാന്റെ മനസ്സിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. വെട്രിയെ ഒറ്റിക്കൊടുത്തത് ഇവർ തന്നെയാണോ എന്നായിരുന്നു അവന്റെ സംശയം. ലിറ്റിലും സാവിയും നടത്തുന്ന ആ റെസ്ലിംഗ് മത്സരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെട്രിയും പോകാറുണ്ട്. വെട്രി വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും റോസ വെട്രിയോട് അധികം ഒന്നും തന്നെ മിണ്ടാറില്ല. വെട്രി ചെറിയാനുമായിട്ട് നല്ല കൂട്ടായതുകൊണ്ട് എപ്പോഴും അവന്റെ കൂടെ ചെറിയാനുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ചെറിയാൻ ഇങ്ങനെ വരുന്നത് സാവിക്കും ലിറ്റിലിനും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് റോസ വന്ന് സാവിയോട് ആ വാച്ച് എവിടെയാ, അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പൊ അതിനെപ്പറ്റിയൊക്കെ എന്തിനാ സംസാരിക്കുന്നത്, അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പെട്ടെന്ന് സാവി ഒഴിവാക്കുന്നു. ഇതെല്ലാം തന്നെ ചെറിയാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെട്രിയെ പോലീസുകാരെ പിടിക്കുന്ന സമയത്ത് വെട്രിയുടെ വാച്ച് സാവിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ വാച്ചിനെ പറ്റിയായിരുന്നു റോസ പറയുന്നത്. തങ്ങളുടെ റെസ്ലിംഗ് പരിപാടിയായിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ശിവനാകട്ടെ ഇവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ ജാസ്മിന്റെ സഹോദരന്മാര് ഈ റെയിൽവേയുടെ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം ലീസിനെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്, മിക്കവാറും നിങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വരുമെന്ന്. എന്നാൽ മനഃപൂർവ്വം ഇവരുടെ റെസ്ലിംഗ് പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് സാവിക്ക് ലിറ്റിലിന് മനസ്സിലായി. ഒന്നുകൂടി അവരോട് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ശിവൻ അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. സാവിയെ സംബന്ധിച്ച് വെട്രി ഇപ്പം പഴയ പോലെ ഒരു പ്രശ്നത്തിനും പോകാത്തത് കൊണ്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അവന് റോസയുടെ കൂടെ സമാധാനമുള്ളൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാവിയാകട്ടെ ഈ റെസ്ലിംഗ് പരിപാടിയുടെ കൂടെ തന്റെ ആശാന്റെ കീഴിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് അവൻ കൂടി ചേർന്നിട്ടാണ്. പക്ഷെ ആ സമയം അവിടേക്ക് ചെറിയാൻ വരുന്നു. നീ എന്റെ കൂടെ ഒന്ന് കളിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ചെറിയാൻ അവന്റെ കൂടെ ഗുസ്തി പിടിക്കാൻ തുടങ്ങി. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ചെറിയാനാകട്ടെ സാവിയെ ഭീഷണിപ്പെടുത്തുന്നു. അന്ന് വെട്രിയെ ഒറ്റിക്കൊടുത്തത് നീയാണെന്ന് എനിക്കറിയാമെന്നും ശിവൻചേട്ടൻ വഴി ഇതെല്ലാം ഞാൻ അറിഞ്ഞുവെന്നും പറയുന്നു. അതോടെ സാവി ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഇവൻ പറഞ്ഞ് വെട്രി അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും വെട്രി സാവി എടുത്ത വഴക്കിന് വരും. ഞാനിതൊക്കെ പറയാതിരിക്കണമെങ്കിൽ നീ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ എന്റെ കൂടെ തോറ്റു തരണമെന്ന് ചെറിയാൻ പറഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ സാവിയാകട്ടെ അവന്റെ മുന്നിൽ തോറ്റുകൊടുത്തു. ഇതിന്റെ പേരിൽ അവന്റെ കൂട്ടുകാരെല്ലാം അവനോട് വഴക്കിടുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൻ പറയുന്ന കേട്ട് എല്ലാവരുടെയും മുന്നിൽ നീ അവന്റെ കൂടെ ഗുസ്തിയിൽ തോൽക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അവരെല്ലാവരും പറയുന്നത്.
അത് മാത്രമല്ല ഈ കാര്യങ്ങള് വെട്രിയെ അറിയിക്കാതിരിക്കണമെങ്കിൽ ആ റെസ്ലിംഗ് പരിപാടിയിൽ ചെറിയാനെയും കൂട്ടരെയും ചേർക്കണമെന്നും കൂടി സാവിയോട് അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറെ നിവൃത്തിയില്ലാത്ത കാരണം സാവി അത് സമ്മതിക്കുകയും ചെയ്തു. സാവിയുടെ കൂട്ടത്തിലെ ഡിയാസ് ഒക്കെ ഒളിച്ചോടി പോയത് കാരണം അവരുടെ കൂട്ടത്തിൽ റെസ്ലിംഗിന് ആൾക്കാർ കുറവാണ്. ഇനി ആൾക്കാരെ സെലക്ട് ചെയ്തെങ്കിലേ പറ്റൂ. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജാസ്മിന്റെ സഹോദരന്മാര് അവിടെ വരികയും ആ സ്ഥലം ഞങ്ങൾ ലീസിനെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സാവിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടുകൊണ്ടുവന്ന വെട്രിയാകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവരെ മുകളിലേക്ക് എടുത്ത് ഉയർത്തി താഴേക്കിടുന്നു. വെട്രി തന്റെ അടവുകളൊന്നും തന്നെ മറന്നിട്ടില്ലാന്നും അവൻ ഇപ്പോഴും നല്ലപോലെ റെസ്ലിംഗ് അറിയാമെന്നും മനസ്സിലാക്കിയ സാവിയുടെയും ലിറ്റിലിന്റെ മനസ്സിലൊരു ചിന്ത തോന്നുന്നു. വെട്രിയും തങ്ങളുടെ കൂടെ കോസ്റ്റ്യൂം റെസ്ലിംഗിൽ ചേർക്കണം. പക്ഷെ വെട്രിയോട് ഡയറക്റ്റ് ആയിട്ട് അത് പറഞ്ഞപ്പോൾ വെട്രി സമ്മതിച്ചില്ല. എന്നാൽ റോസയ്ക്ക് അവളുടെ അച്ഛൻ റെസ്ലിംഗ് ചെയ്യുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വെട്രി അതിന് സമ്മതിക്കുന്നു. എന്നാൽ റോസ അങ്ങനെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെട്രി എങ്ങനെയെങ്കിലും റെസ്ലിംഗിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവര് വെറുതെ കള്ളം പറഞ്ഞതായിരുന്നു. അങ്ങനെ സാവിയും ലിറ്റിലും വെട്രിയും അവന്റെ കൂട്ടുകാരും എല്ലാം ചേർന്നിട്ട് മത്സരം ആരംഭിച്ചു. ചെറിയാനാകട്ടെ തന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ ഇറക്കി. ചെറിയാൻ ഇറക്കിയ ആൾക്കാരെല്ലാം തന്നെ റിയൽ ആയിട്ടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം ഒന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതോടുകൂടി സാവി പറയുന്നുണ്ട്, അവന്മാർ ഇങ്ങോട്ട് അടുക്കുകയാണെങ്കിൽ നിങ്ങളും അവന്മാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചടിച്ചാൽ മതിയെന്ന്. ചെറിയാൻ ഇറക്കിയ ആൾക്കാരെ വെട്രി അടിക്കുന്ന കണ്ടിട്ട് റോസ കൈയടിക്കുകയും സന്തോഷിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുന്ന കണ്ടപ്പോൾ വെട്രിക്ക് ആവേശം കൂടി. അതോട് ചെറിയാൻ ഇറക്കിയ ആൾക്കാരുടെ കൂടെ ഗുസ്തി പിടിക്കാനുള്ള ആവേശം അവന് കൂടിയിട്ടുണ്ടായിരുന്നു. ചെറിയാൻ ഇറക്കിയ ഒരാളെ വെട്രിയും സാവിയും ചേർന്നാണ് തോൽപ്പിക്കുന്നത്. രണ്ടുപേരും വിജയിച്ച സന്തോഷത്തിൽ നിൽക്കുകയാണ്. ആ സമയം ചെറിയാൻ ഒരു കളി കളിക്കുന്നു. അവൻ റോസയോട് പറയുന്നുണ്ട്, നീ പോയി സാവിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ. റോസ അവൻ പറഞ്ഞ പോലെ ചെയ്തു. പക്ഷെ ഇത് കണ്ടപ്പോൾ വെട്രിക്ക് മനസ്സിലായി തന്റെ മകൾ തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സാവിയാണെന്ന്. കാരണം രണ്ടുപേരും ജയിച്ചു നിന്നിട്ടും അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചതും ഉമ്മ കൊടുത്തതും ഒക്കെ സാവിക്കാണ്. അതോടെ വെട്രിയുടെ മനസ്സിൽ പല വിഷമങ്ങളും കടന്നു വന്നു. ചെറിയാൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. തന്റെ മകൾ തന്നെക്കാൾ കൂടുതൽ സാവിയെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി വെട്രിക്ക് സാവിയോട് ദേഷ്യം തോന്നും. അങ്ങനെ ഇവരുടെ കോമ്പറ്റീഷനിലേക്ക് അവർ പുതുതായിട്ട് ഒരുപാട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വെട്രിയുടെ ജന്മദിനമെത്തി. വെട്രിക്ക് വേണ്ടിയിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു സാവി. അവർ പ്ലാൻ ചെയ്ത പ്രകാരം ആ സ്ഥലത്തേക്ക് വെട്രിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ചെറിയാനാണ്. പക്ഷെ ചെറിയാൻ ഇതിന്റെ ഇടയ്ക്ക് മറ്റെന്തോ ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വന്ന ചെറിയാനാകട്ടെ റോസയെ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. റോസ വെട്രിക്ക് വേണ്ടിയിട്ട് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാൻ സാവി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വാച്ച് നന്നാക്കാൻ ചെറിയാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയാൻ ഇപ്പോൾ തിരിച്ച് അത് അവളുടെ കയ്യിൽ കൊടുത്തു. റോസ അത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് തന്റെ അച്ഛൻ വെട്രിക്ക് കൊടുക്കുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടതോടുകൂടി ലിറ്റിലിന് മനസ്സിലായി ചെറിയാൻ എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന്. പെട്ടെന്ന് തന്നെ സാവിയോട് ഇവിടേക്ക് വരാൻ ലിറ്റിൽ വിളിച്ചു പറയുന്നു. എന്നാൽ സാവി എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ വെട്രി ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുകയും തന്റെ വാച്ച് തന്റെ മകൾ തന്റെ കയ്യിൽ തരുന്ന കണ്ടിട്ട് അവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ വാച്ച് അവനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് അവനെ ആക്രമിച്ച ആള് അവന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്തതാണ്. ദേഷ്യം വന്ന വെട്രിയാകട്ടെ തന്റെ മകളുടെ കയ്യിൽ മുറുക്കി പിടിക്കാൻ തുടങ്ങി. ഇത് എവിടുന്നാന്ന് ചോദിച്ചിട്ട്. ഇത് സാവിയുടെ കയ്യിലിരുന്നതാണെന്ന് അവൾ പറഞ്ഞതോടുകൂടി വെട്രിക്ക് മനസ്സിലായി സാവിയാണ് തന്നെ ഒറ്റിക്കൊടുത്തതെന്ന്. സ്വന്തം മകളുടെ കൈയാണ് താൻ വേദനിപ്പിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ സാവിയോടുള്ള പകയിലായിരുന്നു വെട്രി. കറക്റ്റ് സമയത്ത് സാവി വന്നതും വെട്രി സാവിയെ അടിക്കുന്നു. നിന്നവരെല്ലാം നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇതൊരു തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും കേൾക്കാൻ ആ സമയം വെട്രി കൂട്ടാക്കിയില്ല. ചെറിയാൻ അവനെ ഓരോന്ന് പറഞ്ഞ് ലിറ്റിലിനും സാവിക്കെതിരെ തിരിക്കുകയായിരുന്നു. നിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടതിനും നിന്റെ ജീവിതം നഷ്ടമായതിനും നിന്റെ മകളെ ഇപ്പം നഷ്ടമായതിനും എല്ലാം തന്നെ കാരണം ഇവരാണെന്ന് പറയുന്നു. ആ നിമിഷം ചെറിയാന്റെ വാക്ക് വിശ്വസിച്ച് വെട്രി ചെറിയാന്റെ കൂടെ പോയി. വെട്രിയുടെ മനസ്സിൽ നിറയെ പക നിറയ്ക്കുകയായിരുന്നു ചെറിയാൻ. സാവിയുടെ അടുത്തുനിന്നും തന്റെ മകളെയും കൂട്ടിക്കൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ വെട്രി പ്ലാൻ ഇടുകയായിരുന്നു. ഇവരുടെ ആശാൻ വെട്രിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വെട്രി അതൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും സാവിയുടെയും ലിറ്റിലിന്റെ സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. എന്റെ സൈഡിൽ പറയാൻ ആരുമില്ല എന്നും അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. എന്നാൽ വെട്രിക്ക് അറിയില്ലായിരുന്നു ശരിക്കും അവനെ ചതിച്ചത് ചെറിയാൻ തന്നെയാണെന്ന്. അന്നവിടേക്ക് പോലീസ് വരുമെന്ന് ചെറിയാൻ അറിയാമായിരുന്നു. മനഃപൂർവ്വം അവന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയാൻ വെട്രി ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടത്. അല്ലാതെ ചെറിയാന് വെട്രിയോട് സ്നേഹമൊന്നും തന്നെയില്ല. കൂട്ടുകാരനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും പണ്ടു മുതലേ ഇവരോടെല്ലാം വെറുപ്പായിരുന്നു ചെറിയാന്. ഇവരോടൊക്കെ പക വീട്ടാൻ വേണ്ടിയിട്ട് ചെറിയാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ജാസ്മിന്റെ ആ സഹോദരന്മാരെ കൂടിയായിരുന്നു. അതിനിടയ്ക്ക് സ്കൂളിലേക്ക് പോകുന്ന റോസയുടെ വണ്ടി തടഞ്ഞു നിർത്തി വെട്രിയാകിട്ട് അവളോട് പറയുന്നുണ്ട്, മോൾ എന്നെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇവിടെ നിന്നും വേറെ എവിടെയെങ്കിലും പോകാം, ഞാൻ മോളുടെ അച്ഛനല്ലേ എന്റെ കൂടെ വരില്ലേ എന്ന്. എന്നാൽ കൂടെ ഇരിക്കുന്ന കുട്ടികള് വെട്രിയോട് പറയുന്നുണ്ട്, ഇത് റോസയുടെ അച്ഛനാകുന്നത് എങ്ങനെയാണ്, റോസയുടെ അച്ഛൻ സാവിയല്ലേ എന്ന്. അത് കേട്ടതോടെ വെട്രിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. റോസയാകിട്ട് ഒന്നും മിണ്ടാതെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വണ്ടിക്കാരൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്തു. വെട്രിയുടെ മനസ്സിൽ റോസയുടെ അച്ഛൻ സാവിയാണെന്ന് കേൾക്കുമ്പോഴെല്ലാം തന്നെ ദേഷ്യം കൂടിക്കൂടി വരികയായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയുമായിരുന്നു ഇവർ മാച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. വെട്രിയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം സാവിക്കാകട്ടെ അതിനൊന്നും പോകാനൊരു മനസ്സുമില്ല. ബാക്കിയുള്ളവരെ വെച്ചിട്ട് മാച്ച് നടത്താമെന്ന് കരുതിയിട്ട് അവർ തങ്ങളുടെ സ്ഥലത്തേക്ക് വരുമ്പോ അവിടെയാകട്ടെ വെട്രിയും ചെറിയാനും ഇരിക്കുന്നു. സാവി മര്യാദയ്ക്ക് ഇവിടെ വന്നില്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ തല്ലി തകർക്കൂന്ന് പറഞ്ഞിട്ട് അവർ ഓരോന്നായിട്ട് അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ സാവി അവിടേക്ക് വരുന്നു. ഈ പ്രാവശ്യം വെട്രിയാകട്ടെ ചെറിയാന്റെ കൂടെ ചേർന്ന് സാവിക്ക് എതിരായിട്ടായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ വലിയ അടി നടക്കുകയാണ്. ഒരു ഘട്ടത്തില് വെട്രി സാവിയെ തോൽപ്പിക്കുന്നായപ്പോൾ
റോസയാകട്ടെ ഒരു കാരണവശാലും തോൽക്കാൻ പാടില്ലെന്ന് സാവിയോട് പറയുന്നു. പൂർവാധികം ശക്തിയോടുകൂടി സാവി തിരിച്ചടിക്കുന്നു. പക്ഷേ വെട്രിയെ തോൽപ്പിക്കുന്നതിന് മുമ്പ് സാവിയാകട്ടെ അവനോട് പറയുന്നുണ്ട്, റോസയെ ഈ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. റോസയെ മാത്രമല്ല, നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ വേണം. പതിയെ പതിയെ വെട്രി ആ സത്യം മനസ്സിലാക്കിയായിരുന്നു. സാവി അന്നും ഇന്നും എല്ലാം തന്നെ വെട്രിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അവനൊരു പ്രശ്നത്തിൽ പോയി പെടുന്നതോ അല്ലെങ്കിൽ അവൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതോ ഒന്നും തന്നെ സാവി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങള് തീരുന്നത് മനസ്സിലാക്കി ചെറിയാന് ദേഷ്യം വരുന്നു. ചെറിയാനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ അടുപ്പിച്ചെങ്കിലേ പറ്റൂ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ചെറിയാനാകട്ടെ തന്റെ കൂടെ വന്ന ജാസ്മിന്റെ സഹോദരന്മാരെ റിങ്ങിലേക്ക് കയറ്റിവിടുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് സാവിയെ അടിക്കുകയായിരുന്നു. തടയാൻ പോയ വെട്രിയെയും അവരടിക്കുന്നു. സാവിയെ അടിച്ച് ചെറിയാൻ താഴേക്കിടുമ്പോൾ അവൻ പോയി വീഴുന്നതാകട്ടെ ചെറിയാന്റെ അച്ഛന്റെ മുന്നിലാണ്, കല്ലാത്തു മണിയുടെ മുന്നില്. തന്റെ മകൻ ബോഡി ഷോയൊക്കെ വിട്ടിട്ട് ഈ പരിപാടിക്ക് വന്നത് അയാൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അയാളുടെ മുഖത്ത് ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെറിയാൻ ഇറക്കിയ വലിയൊരു ഗുസ്തിക്കാരൻ വന്ന് വെട്രിയും സാവിയെ അടിക്കുകയും രണ്ടുപേരെയും തന്റെ കാൽക്കീഴിലാക്കുകയും ചെയ്തു. ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന അവരെ രക്ഷിക്കാൻ ആ സമയം അവിടേക്ക് ബുള്ളറ്റ് വാൾട്ടർ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവരെയെല്ലാം ഇവിടെ ആക്കിയ ശേഷം നാടുവിട്ടു പോയ അയാളുടെ തിരിച്ചുവരവ് കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് ഇവിടേക്ക് വരികയും ഇവരെ രണ്ടുപേരെയും അയാൾ രക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ ചെറിയാനെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ നീയായിട്ട് തന്നെ ഇവന്മാരുടെ കൂടെ ഗുസ്തി പിടിക്കാൻ പറയുന്നു. അങ്ങനെ ചെറിയാനും സാവിയും തമ്മിൽ റിങ്ങിൽ കയറി ഗുസ്തി പിടിക്കാൻ ആരംഭിച്ചു. ഇവരെ പിറകെ നിന്ന് ഒറ്റിക്കൊടുത്തത് ശിവനാണെന്ന് മനസ്സിലാക്കി അയാളെ അടിക്കാൻ ഇവരുടെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഒടുവിൽ സാവി ചെറിയാനെ തോൽപ്പിച്ചു. അതോടെ ആ റിങ് വരെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പരിക്ക് പറ്റിയ എല്ലാവരും ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. അവിടെ ഇരുന്ന് സുപ്രജാമ്മ എല്ലാവരോടും പറയുന്നുണ്ട്, സാവിക്കും വെട്രിക്കും ഒക്കെ കാശിന് ആവശ്യം വന്നപ്പോഴൊക്കെ കാശ് കൊടുത്ത് സഹായിച്ചത് ഞാനായിരുന്നു എന്നാ എല്ലാരും വിചാരിച്ചത്. പക്ഷെ എന്റെ കയ്യിൽ എവിടുന്ന അത്രയും കാശ്? ആ കാശെല്ലാം എന്നെ ഏൽപ്പിച്ചത് വാൾട്ടറാണ്. ഇവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ വാൾട്ടർ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാളത് നേരിട്ട് വന്ന് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. റോസിയും പതിയെ വെട്രിയെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ മുഖത്ത് അവൾ സ്റ്റാറിന്റെ സ്റ്റിക്കർ ഒട്ടിക്കും. അവളത് സാവിയുടെ മുഖത്ത് മാത്രമേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് വെട്രിയുടെ മുഖത്ത് അവൾ ഒട്ടിക്കുന്നു. അതോടുകൂടി അവന് മനസ്സിലായി തന്റെ മകളും തന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തീർന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും റെസ്ലിംഗ് പരിപാടിക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അവസാനം നടന്ന ആ പ്രശ്നത്തോടു കൂടി ആ സ്ഥലമെല്ലാം തകർന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവിടേക്ക് പോകാനും പറ്റില്ല. എന്തു ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാൾട്ടറിന്റെ കോൾ അവർക്ക് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ച പോലെ മറ്റൊരു സ്ഥലം അയാൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം കണ്ട് സന്തോഷത്തോടെ അവിടേക്ക് എത്തുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.